രണ്ട് ലോ ബഡ്ജറ്റ് വണ്ടികൾ, ഒന്ന് ഡീസലാണ് ഒന്ന് പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി ഡീറ്റെയിൽ എങ്ങനെയാണ്? 2005 മോഡലാണ്. ഹോണ്ട സിറ്റി ആണ്. വേരിയന്റ് ഏതാ? EXI എന്നുള്ള വേരിയന്റ്. ഡീറ്റെയിൽസ് എങ്ങനെയാ വരുന്നത്? ഇത് 2005 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഈ കുളത്തിലാണെങ്കിൽ ഒരു 80 റുപ്യ കിട്ടും. 80 റുപ്യക്ക് 2005 ഹോണ്ട സിറ്റി. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആ? എല്ലാം വർക്കിംഗ്. അതേ സമയത്ത് ഡീസൽ വണ്ടി ലോ ബഡ്ജറ്റിലേക്ക് വരുന്നേരോ? ഇത് 2010 ആണ്. നമ്മുടെ ഫിയസ്റ്റിന്റെ എഞ്ചിനാണ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. TTCI എഞ്ചിന് വരുന്നതാണ്. TTCI ഡ്യൂറാട്ടോർക്കാണ് എഞ്ചിൻ വരുന്നുണ്ടാവുക. 20ന്റെ പുറത്തൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ? അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 80 രൂപ കൊടുക്കുന്നു. ഇത് 75 റുപ്യ. ഇത് 75 അല്ലേ? ഇത് നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? രണ്ട് വണ്ടിയും വണ്ടി കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. എടുക്കുമ്പോൾ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെ മേജറായിട്ടൊന്നുമില്ല. ഓക്കെ, ബാക്കി ചെക്ക് ചെയ്തെടുക്കാന്നല്ലേ? 2016 മോഡല് പെട്രോള് എക്സൽ പറഞ്ഞ ഓപ്ഷനിൽ വരുന്നതാണ്. മൈക്ര മിഡിൽ ഓപ്ഷൻ മൈക്ര അല്ലേ? അതെ. ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 30,000 ഓടിയിട്ടുള്ളൂ. ബാക്ക് സെൻസേഴ്സും അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരിക. 2016 മോഡൽ പറഞ്ഞത്. ഓണർഷിപ്പ് എത്ര ഉണ്ട്? അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എടുക്കുന്നതൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മാക്സിമം ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. ഏകദേശം 1.2 ലിറ്റർ പെട്രോളിനകത്ത് ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ലോണ് ഫുൾ ലോണും കിട്ടും അല്ലേ? കേരള വണ്ടിയാണ്. റീവണ്ടി അല്ല അല്ലേ? റെഡിഗോ ആണ് വരുന്നത്. 800 cc ആണോ 1000 cc ആണോ? ഇത് 800 cc തന്നെ. ഓട്ടോമാറ്റിക്കല് ഉണ്ടാവില്ല, മാനുവലേ ഉണ്ടാവുള്ളൂ. 2016 മോഡലുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓടിക്കണത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എല്ലാം ഉണ്ട്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? സെക്കൻഡ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ലോണൊക്കെ എത്ര വരാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് 1.90 റേറ്റ് വരും. നമുക്ക് 1.80 വരെ ലോൺ ചെയ്യും. 1.80 വരെ ലോൺ ചെയ്യും. ലോൺ ചെയ്യാം. അടുത്ത 2012 മൈക്ര വരുന്നത്. ഡീസലാണ് വരുന്നത്. 2012 മൈക്ര ഡീസൽ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്നത് 1.30. 1.30. ഡീസൽ 20ന്റെ മുകളിലൊക്കെ മൈലേജ് കിട്ടൂലേ? XL HP ഏതാ വേരിയന്റ്? ഏതാ? XP. എല്ലോയ്സ് വരാത്ത XP ആണോ അത്? പ്രീമിയത്തില് വരുന്നത്. XP പ്രീമിയത്തിന്റെ അകത്താ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ? അതുണ്ട്. റേറ്റ് എങ്ങനെയാ വരുന്നത്? 12 മൈക്രോക്ക് 2.35. 2.30. നമുക്കൊരു 2 റുപ്യ വരെ ചെയ്യാം. 2 ലക്ഷം രൂപ റേഞ്ചിൽ ലോണും. കിഡ് 2018 ആണ്. RSL ആണ്. എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സോറി, RST ആണ്. RST എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 800 cc കിട്ടാണോ 1000 cc വണ്ടി? 1000 cc ഫുൾ ഓപ്ഷൻ ആണ്. ഫുള്ള് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിത് നിങ്ങളെ വീട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട വണ്ടികളാണ്. ഓക്കെ. ഫുള്ള് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് വൃത്തിയാക്കി കൊടുക്കാറുള്ളൂ. കട്ട് ചെയ്ത് വെച്ചാലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓടിക്കണേ 80,000 കിലോമീറ്റർ. ഓക്കെ. ടയറൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. വേറെ റീപ്ലേസ് കാര്യമായിട്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. വണ്ടി സൂപ്പർ വണ്ടിയാണ്. റേറ്റ് എങ്ങനെയാണ് 2018 കിട്ടുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 2.80 കൊടുക്കാം. 2.80 2018 RST ഫുൾ ഓപ്ഷൻ. 260 ലോണും വെക്കാം. 260 ലോൺ കൂടി 20,000 രൂപ വണ്ടി ഇറക്കല്ലേ? ഇത് വരുന്നത് 2000 മോഡലാണ് വണ്ടി. 2000 മോഡൽ ബെൻസ് ഏതാ? റഫീഖ E220 ആ? അതെ. ഈ ക്ലാസ് ആണ്. ഡീസൽ KL 7 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2000 മോഡൽ. 2000 മോഡല്. കണ്ടീഷനൊക്കെ എന്താ അവസ്ഥ? നല്ല വണ്ടിയാണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 2000 മോഡല് ബെൻസ് 2.90. ഈ ക്ലാസ് 2000 മോഡല് 2.90. പേപ്പറൊക്കെ ഏതുവരെ ഉള്ളത്? ഫുൾ ഫിറ്റ് 25 വരെ പേപ്പർ ഉണ്ട്. ട്രാഫിക് ബെൻസ് ഒക്കെ ഓഫർ ആക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് 2.5 റുപ്യ കൊടുക്കാം. ഏതാ മോഡല്? 2021 ഉണ്ട്. സോറി 2001 മാറിപ്പോയത്. മോഡൽ ഏതാ? മോഡൽ 2001 ആണ്. 2001 ബെൻസ് ആണ്. പേപ്പറൊക്കെ ഏതുവരെ ഉള്ളത്? പേപ്പറൊക്കെ ടൈം ഉണ്ട്. ഇത് നമുക്കാണെങ്കിൽ 2.5 റുപ്യ കൊടുക്കാം. 2.5 റുപ്യക്ക്. വണ്ടിക്ക് കണ്ടീഷനൊക്കെ എന്താ? കണ്ടീഷൻ നല്ല വണ്ടിയാണ്. റണ്ണിങ് കണ്ടീഷനാണ്. പക്ക. എല്ലാ ഒക്കെ വരുന്നത് ഏതാ ശരിക്കും വണ്ടി? ഏതാ? C ക്ലാസ് ആണ്. C220 എന്നുള്ള മോഡലാണ്. പേപ്പറൊക്കെ ഫിറ്റാണ്. ഇൻഷുറൻസ് ഒക്കെ നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഇൻഷുറൻസ് ഒക്കെ ഫിറ്റാണ്. വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ ഏകദേശം ഒരു 10-20 കൊല്ലം പഴക്കമുള്ള വണ്ടിനെ അപേക്ഷിച്ചിട്ട് തിരക്കെടുക്കുക രീതി പറയാം അല്ലേ? ഓക്കെ. അടുത്ത് വരുന്നത് 2008 VXI വാഗനർ വരുന്നത്. റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയല്ലേ അത്? പഴയ 1.1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. 13 റേഞ്ചിലായിരിക്കും മൈലേജ് കിട്ടുന്നുണ്ടാവുക. 4 ടയർ ആവറേജ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. 28 വരെ പേപ്പറുള്ള വണ്ടി. കിലോമീറ്റർ വരുന്നത് 90,000 കിലോമീറ്റർ. 4 പവർ വിൻഡോ അല്ലേ? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ 4 പവർ വിൻഡോ അല്ലേ ഇതിൽ വരുന്നുണ്ടാവുക? അല്ല, 2 ഡോർ വരും.
VXI 2 ഡോർ വരും. ഈ ഷേപ്പിൽ രണ്ടെണ്ണേ വരുള്ളൂ. അതെ. വ്യത്യാസം വരുന്ന ടാക്കോമീറ്ററിലല്ലേ? റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് വരുന്നത് ഇതാണെങ്കിൽ 1.30. 1.30 2008 വാഗണർ റിന്യൂവൽ കഴിഞ്ഞ വണ്ടി അല്ലേ? 2018-19 ഡീസൽ വരുന്ന വണ്ടിയാണ്. ആകെ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അവസാനം ഇറങ്ങിയിട്ടുള്ള ഡീസൽ അല്ലേ? അതെ. VDI ആണത്? ആ VDI വണ്ടി. ബാക്ക് സെൻസേഴ്സും ഡ്യുവലർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇത്രയൊക്കെ ഫീച്ചറായിട്ട് വരിക. 40,000 എന്നുള്ള ചെറിയ കിലോമീറ്റർ തന്നെ അല്ലേ? കറക്റ്റ് ഓട്ടണ വണ്ടി. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ട് വണ്ടി. മെയിൻ ക്ലാസ് അല്ലേ ഉള്ളൂ? വേറെ ബോണറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇത് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് നമുക്കിത്. ഓക്കെ. ഇതിന് ആവശ്യപ്പെട്ട റേറ്റ് പറഞ്ഞാൽ 6 രൂപയാണ്. 6.5 ചോദിക്കുന്നുണ്ട്. 18-19 ഡിസയർ VDIക്ക്. ആ കിലോമീറ്റർ കുറവതിനെ കൊണ്ട് ഇപ്പൊ ഡീസൽ നിർത്തിയതിനെ കൊണ്ടുള്ള റേറ്റ് മാത്രമല്ല അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 18-20 മുകളിൽ പെട്രോൾ തന്നെ കിട്ടുന്നുണ്ട്. ഡീസൽ എന്തായാലും 20 മുകളിൽ കിട്ടുന്നുണ്ടാവും. KL55 തിരുവരങ്ങാട് രജിസ്ട്രേഷൻ ആണ്. എടുക്കുന്നത് വേറെ വർക്കൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ. ഫുൾ ലോൺ എന്ന് പറയാൻ പറ്റുമോ? ഫുൾ ലോൺ നമുക്ക് കിട്ടും. ട്രാഫിക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മോഡലാണ് നിസാന്റെ സണ്ണി എന്നുള്ളത്. ഇപ്പൊ സണ്ണിന്റെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇത് ഫ്ലുവൻസ് ആണ്. റിനോൾഡിന്റെ ഫ്ലുവൻസ് 2011 വണ്ടിയാണ്. സെയിം നമ്മളെ സണ്ണിന്റെ അതേ ഫീച്ചേഴ്സും സെയിം എഞ്ചിൻ തന്നെ, സെയിം എഞ്ചിൻ, സെയിം മൈലേജ്. അതായത് 20ന്റെ പുറത്ത് തന്നെ ഡീസലിനകത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. വലിയൊരു കാര്യമായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. റിനോൾട്ട് ഇപ്പൊ നിലവിൽ പ്രൊഡക്ഷൻ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന നേരം ഇപ്പോഴും മൊത്ത വണ്ടിയാണ്. എയർ ബാഗ്സ്, സ്റ്റീരിയോ, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കമ്പനി എല്ലോയ്സ്. പിന്നെ സണ്ണീനകത്ത് നമ്മൾ കാണുന്ന പോലെ തന്നെ അത്രയും ലെങ്ത് ഉള്ള സീറ്റിംഗ് സ്പേസും കംഫർട്ടും. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? 2011 വണ്ടിയാണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 2.40 2011 വണ്ടി. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അടുത്തത് ക്രൂസ്. ഇത് 2011 വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2 ലിറ്റർ എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഷെവർലാൻഡ്. ഇത് LT എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നതല്ലേ? LT സെറ്റിന്റെ അടിയിൽ LT സെറ്റിലേക്ക് വരുന്നേരം സൺറൂഫും കൂടെ വരുന്നുണ്ടാവും. ഇത് LT ആണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ്. മാനുവൽ അല്ലേ ഇത്? മാനുവൽ. ഏകദേശം 13-14 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. പ്ലസ് പ്രീമിയം വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ടർബോ സെറ്റിനും കൂടെ ഒരു ഇരട്ടപ്പേര് അന്ന് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അല്ല, മുത്ത് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക്കൊക്കെ നല്ല കണ്ടീഷൻ. സാധാരണ ക്രൂസ് ഒക്കെ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര മെയിൻ്റനൻസ് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നിലവിൽ ഇതിന് ഇഞ്ചക്ടർ, ടർബോ അങ്ങനത്തെ കലാപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റൂലേ? ഇതുവരെ കണ്ടീഷൻ എല്ലാ ഭാഗങ്ങളും. ട്രാഫിക് അടുത്ത് 2009 മോഡല് റിക്സ് ആണ്. ഡീസലാണ്. LT VDI സെറ്റ് ചെയ്ത VDI വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നല്ല മെക്കാനിക്ക്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. 2009 മോഡൽ ഒന്ന് റിന്യൂവലൊക്കെ എന്നാ വരുന്നുണ്ടാവുക? പുതിയ നമുക്ക് എടുത്തു കൊടുക്കാം. പുതിയ പേപ്പർ എല്ലാം പുതിയ റിന്യൂവൽ എടുത്ത് തരുന്നുണ്ടാവും. പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. വൃത്തിയാക്കി കൊടുക്കുള്ളൂ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1ന്റെ പുറത്ത് ഓടിക്കുന്നത്. ഓക്കെ. പുതിയ റിന്യൂവൽ, പുതിയ ടാക്സ് അടച്ചിട്ടുള്ള 2009 റിക്സ്. റേറ്റ് എങ്ങനെ വരുന്നത്? ഇതാണ് 2.15 പുതിയ പേപ്പറിൽ. പുതിയ പേപ്പർ 2,15,000 രൂപയ്ക്ക്. വേറെ എടുക്കുന്നതൊക്കെ ഇപ്പം നിലവിൽ വേറെ മേജറായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവോ? ലോൺ ചെറിയ ശ്രീറാം ലോൺ ഒരു 1.5 രൂപ ഉള്ളിൽ കിട്ടും. അടുത്ത ലോഗൻ പെട്രോളാണ് വരുന്നത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മഹീന്ദ്ര റിനോൾട്ട് കോമ്പിനേഷനിൽ വന്ന വണ്ടിയാണ്. ലോഗൻ പെട്രോൾ. 28 പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പെട്രോൾ അതിനെ കൊണ്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും. മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇതൊരു 15 ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷേ ഒരു ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സെഡാൻ കാറാണ്. ലോ ബഡ്ജറ്റിൽ വരും. പിന്നെ മെയിൻ്റനൻസ് ഉണ്ടാവില്ല അല്ലേ? ലോണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ വണ്ടി അതിനെ കൊണ്ട് നമ്മൾ ഓഫർ കൊടുക്കാൻ പറ്റുമോ? ഓഫർ കൊടുക്കാം. ഓക്കെ. 10,000 രൂപ കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. റേറ്റ് എത്ര വയ്ക്കുന്നത്? 2007 കണ്ടീഷൻ. 1 രൂപ ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പം നല്ലൊരു ടയർ പഞ്ചർ ഉണ്ട്. പഞ്ചറല്ല, അതവിടെ കുണ്ടായിട്ടായിരുന്നാണ് തന്നതല്ലേ. ട്രാഫിക് അടുത്തത് BT 2011 ആണ്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. എഞ്ചിനൊക്കെ എന്താ അവസ്ഥ? എഞ്ചിന്, ടർബോ, ഇഞ്ചക്ടർ? വണ്ടി കുഴപ്പമൊന്നുമില്ല. എല്ലാ ഭാഗം ക്ലിയർ ആണ്. ഓക്കെ. വേരിയന്റ് ഏതാ അത്? ഇത് LX ആണ്. LS എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. 2 പവർ വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗിന്റെ കൂടെ തന്നെ. ഇന്റീരിയർ ആവറേജ് നീറ്റ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 85. ഓക്കെ. 25ന്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. പിന്നെ റേറ്റ് എത്ര വയ്ക്കുന്നതിന്? ഇതാണെങ്കിൽ 1.10. 1.10 റേറ്റ് വയ്ക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അടുത്തത് ഫോർഡ് ഫിഗോ. 2012 ആണ് വണ്ടി. ഓക്കെ. വേരിയന്റ് ഏതാ അത്? വേരിയന്റ് വരുന്നത് ഇത് LX തന്നെ. EXI, ZXI, പിന്നെ ടൈറ്റാനിയം, ഇങ്ങനെ വേരിയന്റ്. ഓക്കെ. പോട്ടെ, ആവശ്യമല്ല. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 1.35.
1.35 നിലവിലെ കണ്ടീഷനൊക്കെ വണ്ടി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ഒത്തിരിട്ടുണ്ട്. കിലോമീറ്റർ ഒന്നിന് പുറത്ത് കൊടുക്കുന്നത് 2012 വണ്ടി. ഓക്കെ. അടുത്തത് 2006 വണ്ടി ഉള്ളത്. 2005 6 രജിസ്റ്ററുള്ള വണ്ടി. ZXi ആണ്. എയർ ബാഗ് ഒക്കെ വരുന്നത്. ZXi എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. റെയർ ആണ്. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലല്ലോ. ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്. എല്ലോയ്സ് കമ്പനി എല്ലോയ്സ് എന്തായാലും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ല, പക്ഷേ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സ്വിഫ്റ്റിലേക്ക് വരുന്നേരം. ഇതിന് റേറ്റ് എത്ര വയ്ക്കുന്നത്? അത് 1.30. 1.30. അടുത്ത സ്വിഫ്റ്റ് 2009 ആണ്. ഡീസലാണ് വരുന്നത്. പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയാണോ? പുതിയ പേപ്പർ എടുത്തതാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ വണ്ടി? വണ്ടി കുഴപ്പമൊന്നുമില്ല, എല്ലാ ഭാഗങ്ങളും. ഓക്കെ. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടാവും? ഇങ്ങനെ മേജറായിട്ടൊന്നുമില്ല. ഇതാണെങ്കിൽ നമുക്ക് 1.85. 1.85 2009 പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള സ്വിഫ്റ്റ് VDI അല്ലേ ഇത്? VDI. ഓക്കെ. ഫീച്ചേഴ്സ് എടുക്കാൻ പറ്റുമോ? വണ്ടി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മെക്കാനിക്കൽ കണ്ടീഷനാ. ഇതിനും എല്ലോയ്സ് കൊടുത്തിട്ടുണ്ടല്ലേ ആഫ്റ്റർ മാർക്കറ്റ്. പിന്നെ നിങ്ങളെ ട്രേഡ് മാർക്ക് വണ്ടി എപ്പോഴും കാണുന്നതാണ് നിസാന്റെ സണ്ണി. അതെ. ഇത് 2012 XP ആണ്. ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് 2.80 കൊടുക്കാം. 2.80 2012 നിസാൻ മൈക്ര കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. 25ന്റെ പുറത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു? കിലോമീറ്റർ 1.20. 1.20. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. XP എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടർ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണല്ലേ? അതെ. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 2.5-2.25 രൂപ റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ട്. വണ്ടിക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത്? 2.75 2.80. അടുത്ത നിസാൻ മൈക്ര അല്ല നിസാൻ സണ്ണി. ഇത് 2015 വണ്ടിയാണ്. റീ ആണ്. ഇതാണ് ന്യൂ ഷേപ്പ് ആണ്, പക്ഷെ അതേ സമയത്ത് റീ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? 3 രൂപ കൊടുക്കാം. 2015 മൈക്ര അല്ല നിസാൻ സണ്ണി. വേരിയന്റ് ഏതായിരുന്നു? XE അല്ലല്ലോ? XE ആണ്, സോറി. 2 ഡോർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ അല്ലേ വരുന്നത്? XE ആണ്, പക്ഷെ ചെറിയൊരു സ്ക്രീനും ബാക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 രൂപ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? നമുക്ക് 290 ചെയ്യാം. ഓക്കെ. അടുത്ത് വരുന്നത് 2012 സണ്ണി തന്നെയാണ്. XP തന്നെയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. XP എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അത് നമുക്ക് 2.80 തന്നെ കൊടുക്കാം. 2.80 തന്നെ കൊടുക്കാം. വണ്ടിക്ക് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോണും പറഞ്ഞിട്ടില്ലല്ലോ? ലോൺ നമുക്ക് 2.5 രൂപ കൊടുക്കാം. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണം 1.10 ആണ്. 1.10. ഓണർഷിപ്പോ? ഓണർഷിപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ 2ാമത്തെ കളിക്കുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടല്ലേ? ഈ നിസാൻ സണ്ണി ഇവിടെ ഇപ്പം നിലവിലുള്ള വണ്ടികൾക്ക് എഞ്ചിൻ സംബന്ധമായിട്ട് ടർബോ ഇഞ്ചക്ടർ അങ്ങനത്തെ കാര്യമായിട്ടുള്ള പ്രശ്നം എല്ലാ ഭാഗം ക്ലിയർ ആണ്. ഇതുവരെ ക്ലിയർ ആണ്. മെക്കാനിക്കൽ വർക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ. എന്തായാലും 20ന്റെ പുറത്ത് തന്നെ 25 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടികളാണ്. അത്യാവശ്യം ലോണ് കയറുന്ന വണ്ടികളാണ്. പിന്നെ നമ്മൾ ഓഫർ കാര്യങ്ങൾ സ്കീം കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടികളാണല്ലേ? 2014 ലിവ ക്രോസ് 2014 ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ് വരുന്നത്. ഏതാ വേരിയന്റ്? ഏതാ? VD ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VD. VXD ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. AC പോർച്ചർ, ഫോർവേഡ് പവർ വിൻഡോസ്, എയർ ബാഗ്സ് ആയിരിക്കും. പിന്നെ എല്ലോയ്സും കൂടെ വരുന്നുണ്ടാവും. ഫീച്ചറായിട്ട് 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 20ന്റെ പുറത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1 പുറത്ത് ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ക്ലാസ് മാറി. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 4.75 രൂപ. 4.75 2014 ലിവ ക്രോസ് കേരള വണ്ടിയാണ്. കേരള ക്രോസ് അതിനെ കൊണ്ട് റേറ്റ് വ്യത്യാസം വരുന്നത്? അതെ, ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ. 4 ലക്ഷം ലോൺ ചെയ്യാം. ഓക്കെ. വേറെ വർക്കൊന്നുമില്ല? ഒന്നുമില്ല. ക്ലെയിം ട്രാഫിക്. അടുത്തത് 2017 ക്ലൈംബർ 1 ലിറ്റർ എഞ്ചിനാണ്. പെട്രോൾ ആണോ ഓട്ടോമാറ്റിക് ആണോ? അല്ല, ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ആണ്. പെട്രോളിനകത്ത് 1 ലിറ്റർ ആണ് എഞ്ചിൻ വരെ. ക്ലൈംബർ ലിമിറ്റഡ് എഡിഷനിലേക്ക് വരുന്നേരം വേരിയന്റ് ഏതാ? ഇത് 2017 വണ്ടിയാണ്. RXT എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണല്ലേ? അതെ, 1000 cc വരുന്ന വണ്ടിയാണ്. ഓക്കെ. AC പോർച്ചറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലൈംബറിൽ എയർ ബാഗ് ഉണ്ട്. ഒരു എയർ ബാഗ് ഉണ്ട്. വണ്ടി നിലവിലെ കണ്ടീഷനൊക്കെ എന്താ? കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 85,000 ഓടിക്കുന്നത്. ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 2.60 ചെയ്യാം. വണ്ടിക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത്? ഇതാണെങ്കിൽ 2.90. 2.90 കുറയുന്നുണ്ടാവുമല്ലേ? എന്താ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ. അടുത്തത് 2014 മോഡല് ഡിസയർ വണ്ടി. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. DDS ബാഡ്ജിങ് കാണുന്നുണ്ട്. VDI എന്നുള്ള മിഡിൽ ഓപ്ഷൻ ഡീസൽ അല്ലേ? 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി അടുപ്പിച്ചിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് കുറച്ചേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ബാക്ക് ക്യാമറ കാണുന്നുണ്ട്, സ്ക്രീന് കാണുന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1.30.
റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 3,80,000 രൂപ. 2014 ഡിസയർ വീഡിയോക്ക് അല്ലേ? നിലവിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഡിസയർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? 3 രൂപ. 3 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടാവും. അടുത്ത് ഇത് 2016-17 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്, ഡീസലാണ് വരുന്നത്. LDVD ZDA വണ്ടിയാണ്. വീഡിയോ എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. അതെ. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ബാക്കി ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്ന വണ്ടി. കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. സിംഗിൾ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസ് കാര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാം? ഡോറ് മാറിയിരിക്കണം. ഓക്കെ. ഡോറ് മാറിയിരിക്കുന്ന റേറ്റ് എങ്ങനെയായിരിക്കും? 2016-17 ഇതാണെങ്കിൽ 4,60,000 രൂപ. 460 KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടി. ഫുൾ ഓൺ കൊടുക്കുകയും ചെയ്യാം. ഫുൾ ഓൺ കിട്ടും അല്ലേ? ഏകദേശം ഒരു 18, 20, 22, 24 വരെ മൈലേജ് കിട്ടും. റാഫിക് അടുത്ത് 2018 വണ്ടിയാണ്, ഡീസലാണ് വരുന്നത്. അൽഫ ഓപ്ഷനാണ് വണ്ടി തന്നെ. ഓക്കെ. ബലെനോ ആൽഫ 2018. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 ലക്ഷത്തിന്റെ മേലെ ഓടിക്കണം. ഫുള്ള് കമ്പനി സർവീസ് ആണ്, ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ആൽഫ എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതെ, ഓട്ടോമാറ്റിക് AC, ബാക്ക്, റിവേഴ്സ് ക്യാമറ, മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടി. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 6,350 കൊടുക്കും. 6,350 2018 ആൽഫ ഡീസൽ വണ്ടി അല്ലേ? ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്കൊരു 6,500 ഉള്ളിൽ നമ്മൾ ചെയ്യാം. 6,500 ഉള്ളിൽ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എടുക്കുന്ന വേറെ വർക്ക് കാര്യങ്ങളും പറ്റിയൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. 2012 ലിത്യോസ് വണ്ടിയാണ്. 2012 എറ്റിയോസ് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? ഇത് റീ വണ്ടിയാണ്, ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ്. KL 55 റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. വണ്ടിയാണ്. എന്തായാലും ഒരു 12 ലക്ഷത്തിന് ഉള്ളിലേക്ക് അവർ ചെലവാക്കിയ വണ്ടിയാണ്. അത്രയും വൃത്തിയിൽ വർക്ക് എടുത്ത വണ്ടിയാണ്. 2 ലക്ഷം രൂപ പണി കിട്ടുന്ന പറയുന്നത്. പെയിന്റിങ്ങും കാര്യങ്ങളും ഡോറൊക്കെ ഇതൊക്കെ ചെയ്തതാണ്. വന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഡ്യുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ന്യൂ ഷേപ്പിലേക്ക് ഫ്രണ്ട് ഗ്രില്ല് ഉൾപ്പെടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരാൾ വർക്ക് എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം അവരെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഡീസൽ GD വേരിയന്റ് അല്ലേ? റേറ്റ് എങ്ങനെ വയ്ക്കുന്നത്? അതാണെങ്കിൽ 3,80,000. വേറെ ഇപ്പോൾ വർക്കൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ഓണായി 2.5 അറേഞ്ച് ചെയ്തേക്കാം. ഓക്കെ. വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യണം. റാഫിക്ക വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങളെ വിളിച്ചാൽ കിട്ടൂലേ? എന്റെ നമ്പറല്ലേ വിളിച്ചാൽ കിട്ടൂലേ? വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരുടെ നമ്പർ തരാന്നില്ലേ? ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂലേ? പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഫുള്ള് അടുത്ത മാസം സെപ്റ്റംബർ 20 വരെ പക്കയല്ലേ? അതെ. മാറൂലോ? സത്യം ചെയ്യലാണോ? സത്യം ചെയ്യല. തെളിവുതാ. സത്യം സത്യം സത്യം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ പറയണം. മറ്റൊരു വീഡിയോ കാണാം.